സന്തോഷേ അലിൻ ജോസായിട്ട് ഇപ്പൊ എങ്ങനെയാണ് കണക്ഷൻ ഉണ്ടോ? അലിൻ ജോസിന്റെ കാര്യം പറഞ്ഞാൽ എന്റർടൈനിങ് ആണ്. അലിൻ ജോസ് 2 ദിവസം മുമ്പ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. കിലിക്കത്തില് ഇന്നസെന്റ് രണ്ടാണ് വരില്ലേ, പുള്ളി ഇപ്പൊ കല്യാണ ഫംഗ്ഷനിൽ പറഞ്ഞ് അറിഞ്ഞിട്ട് അവിടുത്തെ എന്തോ പെണ്ണുങ്ങൾക്ക് കയ്യിൽ കൊടുത്ത് അവിടെ കോൺട്രവേഴ്സി ആയി. മുസ്താദ് ഒരു പ്രശ്നം ഉണ്ടാക്കി, ഇപ്പൊ അവിടെ പുറത്താക്കിയിരിക്കുകയാണ്. ആറാമാണെങ്കിൽ പറയണം പുള്ളിയെ. പിന്നെ പുള്ളിക്ക് കാശ് കിട്ടണമാണ് 10,000 പൈസ പോയാലും പുള്ളി കിട്ടുന്ന കാശിൽ വളരെ കുറവാണ്. പിന്നെ പുള്ളി ഭയങ്കര ലക്ഷൂറിയസ് ലൈഫാണ്. AC റൂമിൽ താമസിക്കുക, ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് പുള്ളിയുടെ ഇപ്പോൾ 2 ദിവസം മുമ്പ് എൻ്റെ അടുത്ത് ഒന്ന് ഈ ഇന്നസെന്റ് വരുന്നോടെ വന്നിട്ട് പറയാണ്, ഒരു ദിവസം ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ പട്ടിണിയിലാണ്, എൻ്റെ കാശെല്ലാം അടുത്തുള്ള ആൾക്കാർക്ക് കൊണ്ടുപോയി, അവർ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഇങ്ങനെയൊക്കെ പുള്ളി പറയാണ്. പുള്ളിക്ക് ഒരു സാമ്പത്തിക അച്ചടക്കവും ഇല്ല. അതാണ് പുള്ളിയുടെ കുഴപ്പം. പുള്ളിക്ക് പൈസ കിട്ടുന്നുണ്ട്, എല്ലാം 2 ബിരിയാണി, പിന്നെ ഹോട്ടൽ താമസം, ഇങ്ങനെ ചിലവാക്കി കളയുകയാണ്, ഒന്നും സൂക്ഷിക്കുന്നില്ല. പിന്നെ എനിക്കും ഇവർക്കെല്ലാം കുറേ എർത്തുകളുണ്ട്, ഈ മമ്മൂട്ടി മോളല്ല, അവരാണ് വെയിലിൽ തിന്നുന്നില്ല. അവർ തിന്നുകൊഴുത്തും ഞങ്ങളെല്ലാം ക്ഷീണരാവുകയാണ്. അപ്പം അത് അയാൾക്ക് സാമ്പത്തിക പണ്ടല്ല മോഹൻലാലിന് പ്രോബ്ലം ഉണ്ടായിരുന്നു. ആനി പെരുമ്പാട് എന്നാലും സാമ്പത്തിക അച്ചടക്കം ഇല്ലായിരുന്നു. ഒരു സാമ്പത്തിക അച്ചടക്കം പുള്ളിക്കില്ല. അത് പുള്ളി ഉണ്ടാക്കിയാൽ പുള്ളിക്ക് നല്ലതാണ്. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പുള്ളി കേൾക്കില്ല. സാമ്പത്തിക അച്ചടക്കവും ഇല്ല. സാമ്പത്തികം മാത്രമല്ല, ഒരു അച്ചടക്കവും ഇല്ല. ഒരു കാര്യം തോന്നിയാൽ അപ്പം തന്നെ പറയുക. അച്ചടക്ക സംഭവം വളരെ കുറവാണ് പുള്ളി, എസ്പെഷ്യലി സാമ്പത്തിക അച്ചടക്കം. പുള്ളിയെ വെച്ച് പറയുകയാണെങ്കിൽ പുള്ളി വളരെ പ്രാക്ടിക്കലാണ്. 2K കേസ് പോലെ പ്രാക്ടിക്കലൊക്കെയാണ്. പിന്നെ ഈ നിങ്ങൾ പറയുന്നത് അത്രയ്ക്ക് 100% മന്ദബുദ്ധി ഒന്നല്ല, കുറച്ച് പൊട്ടത്തരമുണ്ട്, എന്നാൽ കുറച്ച് വക്രതയുണ്ട്. കാരണം പുള്ളി പ്ലാൻ ചെയ്തൊക്കെയാണ് വൈറലായത്. അതിലെല്ലാം അയാളുടെ വക്രത അയാൾ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അയാൾക്ക് റിവ്യൂവിന് വരുന്നില്ല, അപ്പം അങ്ങനെ മാറ്റി പിടിക്കാനെല്ലാം അറിയാം. പിന്നീട് കുറച്ചാൾ റിവ്യൂ ഇല്ലായിരുന്നു, കാരണം അത് റിവ്യൂ വന്നാൽ കാശ് കിട്ടില്ല. പുള്ളിക്ക് പണിയാണ് മെയിൻ മോട്ടീവ്. പുള്ളി കല്യാണത്തിന് പോയി, കല്യാണം പ്രശ്നമായപ്പോൾ പുള്ളി തിരിച്ച് ഇന്റർവ്യൂവിലേക്ക് വന്നു. ഇങ്ങനെ ഒരു കുറേ കളികൾ കളിക്കുന്നുണ്ട്. അന്ന് വക്രതയുണ്ട്. രാഷ്ട്രീയത്തിൽ പോകേണ്ട ആളാണ്. പൈസ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ എല്ലാം പോവുകയാണ്, ഒന്നും നിൽക്കുന്നില്ല. പക്ഷെ പുള്ളിക്ക് നല്ല ഇപ്പം നല്ല റീച്ചെല്ലാം ഉണ്ട്. ഇത് പോയോണ്ട് പുള്ളിക്ക് ഒരു കുറച്ച് പൊട്ടത്തരമുണ്ട്, കുറച്ച് വക്രതയുണ്ട്. അങ്ങനെ ഒരു മിക്സാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ 100% പൊട്ടണമെന്നല്ല. ഞാൻ പ്രേക്ഷകരോടെ പറഞ്ഞ ഇപ്പൊ ഇന്നാളെ ഫിറോസ് ആൾ പറയണ്ടായിരുന്നു. അത് പറഞ്ഞു, ഇവനല്ല മണ്ടൻ, ഇവനെ കളിയാക്കുന്ന ആൾക്കാരെ മണ്ടന്മാര്. പക്ഷെ കുറച്ച് പൊട്ടത്തരം ഉണ്ട്. ഈ എത്ര സമയമാർ കളയുന്ന ഞാൻ നോക്കിയപ്പോൾ കമന്റിൽ 2 എസ്സേ പോലെ ഇത് വെക്കുന്നു. ഇത് വായിക്കാൻ പോലും സമയമില്ല. പിന്നെ എങ്ങനെ എഴുതാൻ സമയം? എനിക്കൊണ്ട് തന്നെ പെയ്ഡ് PRV ആണെങ്കിൽ അവർ കാശ് കിട്ടും. ഒരു കമന്റ് ഇടുന്ന ഇത്ര രൂപ കിട്ടുകയാണെങ്കിൽ. അല്ലെങ്കിൽ ഇവന്മാർ മണ്ടന്മാരാണ്, ലോക മണ്ടന്മാരാണ്. പൈസ കിട്ടിയിട്ട് ചെയ്യാനും കുഴപ്പമില്ല. അല്ലാതെ ഇവന്മാർ എസ്സേ പോലെ ചെയ്താണെങ്കിൽ ഇവന്മാർ ലോക മണ്ടന്മാരാണ്. അത്രയും മണ്ടം നല്ല പെരയൊക്കെ കുറച്ചൊരു ബുദ്ധിയുണ്ട്. ബുദ്ധിയാണ് വക്രത പോലെ ബുദ്ധി. കുറച്ച് പൊട്ടത്തരമുണ്ട്. പൈസ ഉണ്ടാക്കേണ്ട, പക്ഷേ സാമ്പത്തിക അച്ചടക്കവും ഇല്ല. പൊതുവെ ഡിസിപ്ലിൻ കുറവാണ്. ഇപ്പൊ വയറ് വീർത്ത് കിടക്കുക, ഭയങ്കര തീറ്റ, ഭയങ്കര ഡിസിപ്ലിൻ കുറവാണ്. ഞാൻ ഇന്നാള് മറ്റേ ഉണ്ണികൃഷ്ണനെ കണ്ടിരുന്നു. ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഇയാളെയാണ് അലിൻ ജോസിനെ ഞാനാണ് കൊണ്ടുവന്നൊക്കെ പറഞ്ഞു. ഉണ്ണിക്ക് അതൊരു സിനിമ ഫീൽഡിനകത്ത് ഏതോ നടൻ സെലിംകുമാർ എന്ന് തോന്നുന്നു. ആ ഷോട്ടിനകത്ത് ഇവൻ ചൂണ്ടിലാട്ടിച്ചിട്ട് വന്നു. ഇവനിങ്ങനെ ചിരിക്കുകയാണ്. ഈ ചിരി മാറുന്നില്ല അവന്റെ മുഖത്ത്. ഉണ്ണികൃഷ്ണൻ പറഞ്ഞല്ലേ? എന്നോട് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു എനിക്കൊരു ഐഡിയ കൊടുക്കാൻ തോന്നി. സെലിംകുമാറല്ല, ഉണ്ണികൃഷ്ണൻ. അതായത് ഇവന്റെ ചിരി, അലിൻ ജോസിന്റെ ചിരിയുണ്ട്, ആ ഒരു ചിരി അതവന് മാറ്റാൻ പറ്റുന്നില്ല. കാരണം ചില സ്ഥലങ്ങളിൽ നമ്മൾ അത്ര വലിയ അഭിനയ കഴിവൊന്നും എനിക്ക് തോന്നുന്നില്ല. നല്ല ആക്ടറിന് കിട്ടും അഭിനയിക്കുന്നുള്ളൂ, അത് വലിയ ആക്ടറായിട്ട് തോന്നിയിട്ടില്ല. അഭിനയിപ്പിക്കാൻ ഭയങ്കര പാടാണ്. പറയണം. ഈ ഉണ്ണികൃഷ്ണൻ പറഞ്ഞ ഇവനെ വല്ല ഈ വർക്ക്ഷോപ്പിൽ വിടണം, അഭിനയത്തിന്റെ വർക്ക്ഷോപ്പിൽ വിട്ട് അങ്ങനെയല്ല, മെത്തേഡ് ആക്ടർ ആവാം, ഒരു നാച്ചുറൽ ആക്ടർ അല്ല. അവന് പഠിപ്പിച്ചുണ്ടാക്കണം. അത് മാത്രമല്ല അലിയേട്ടൻ ആൻസിയാനായിട്ട് പോയി, കാരണം ബ്രൈറ്റ് ഡയറ്റർ കൊണ്ട് നന്നായിട്ട് പോകുന്നു. നല്ല ഡയറ്ററിന് കിട്ടിയേ വരും. വർക്ക്ഷോപ്പിൽ പോകണം, ആക്ടിങ് പഠിപ്പിക്കണം, അല്ലാതെ പുള്ളി കൊണ്ട് പറ്റത്തില്ല. ഇപ്പൊ പുള്ളി യൂസ് ചെയ്യുന്ന മാർക്കറ്റിംഗ് വേണ്ടിയിട്ട് സീരിയലൊക്കെ അഭിനയിക്കുന്നത് സീരിയലിന്റെ മാർക്കറ്റിംഗ്. ആ സീരിയൽ അഭിനയിച്ചപ്പോൾ പുള്ളിയുടെ അതിപ്പോ എന്നെ ആയാലും വേറെ ആയാലും സിനിമയിൽ വിളിക്കും. ഞാൻ ബസ്സുകയാണ് ഞങ്ങളെ കഴിവ് കൊണ്ടല്ല, പോപ്പുലാരിറ്റി ഉപയോഗിക്കാനാണ്. പോപ്പുലാരിറ്റി അല്ല, കഴിവുകളൊന്നും അല്ല. നമ്മുടെ കഴിവ് നോക്കാൻ എത്ര പേരുണ്ടാ മാർക്കറ്റിംഗ് ആണ്. അപ്പൊ പല യൂട്യൂബേഴ്സ് അഭിനയിപ്പിക്കുന്നത് അങ്ങനെയാണ്. അത് മാറിയിട്ട് ഇപ്പൊ ഒരുപാട് അവസരങ്ങളുണ്ടല്ലോ. ഈ സമയത്താണ് ചാൻസ് കിട്ടുന്നത്.
സിനിമയിൽ ചാൻസ് കിട്ടുന്നത് ചെറിയ കാര്യമല്ലല്ലോ. അപ്പൊ ആ സമയത്ത് അത് ഉപയോഗിക്കണമെങ്കിൽ അവൻ അഭിനയമാണ് അവന്റെ ഉദ്ദേശമെങ്കിൽ അഭിനയം പഠിക്കണം. അല്ല, ഈ ബ്രൈറ്റ് എന്ന് പറയുന്ന ആൾ കുറച്ചുകൂടെ കലാപരമായ അപ്രോച്ച് ഉള്ള ആളാണ്. അവൻ അത്രയും കോമാളി ഇത്ര കാണിച്ചിട്ടില്ല, കുറച്ചുകൂടെ കലാപരമായ അപ്രോച്ച് ഉള്ള ആളാണ്. പക്ഷെ അവനൊന്നും ചാൻസ് കിട്ടുന്നില്ല. ഇതുപോലെ കോമാളിത്തം കാണിക്കുന്നവർക്കാണ് ചാൻസ് കിട്ടുന്നത്. അത് സിനിമാക്കാർ വിജയിക്കണം. പണ്ട് ഇപ്പോൾ ബാലേന്ദ്രൻ പോലുള്ള ഡയറക്ടേഴ്സ് എല്ലാം കമലഹാസനിൽ രജനീകാന്തിൽ കണ്ടുപിടിച്ച പുള്ളിയാണ്. ഇവർ പോപ്പുലാരിറ്റി നോക്കിയല്ല ആഡ് ചെയ്യേണ്ടത്, കഴിവ് നോക്കിയിട്ട് ആഡ് ചെയ്യുന്നത്. എത്രയോ പേരുണ്ട് കഴിവുള്ളവർ, അവർക്കൊന്നും ചാൻസ് ഇതിൻ്റെ പുറകെ നടക്കുന്ന എത്ര പേരുണ്ട്, അവർക്കൊന്നും ചാൻസ് ഇല്ലാതെ കുറച്ച് ഈ കോമാളിത്തം കാണിച്ച് പോപ്പുലർ ആൾക്കാർക്കാണ് കൊടുക്കുന്നത്. കഴിവാണ് നോക്കേണ്ടത്. അല്ല ഇവർ അത് ഈ കൊമേഴ്സ്യൽ പടം ചെയ്യുന്നവർക്കാണ് ഇങ്ങനെ നോക്കുന്നത്. ശരിക്കും സീരിയസ് ആയിട്ട് സിനിമ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരൊന്നും ഇങ്ങനത്തെ ആൾക്കാരെ വിളിക്കില്ല. ഇത് കൊമേഴ്സ്യൽ പടം എടുക്കുകയും അത് വിജയിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത് ചെയ്യുന്നത്. എന്തായാലും അത് സിനിമാക്കാർ ഈ സിനിമ എടുക്കുന്നവർ ആലോചിക്കേണ്ട കാര്യമാണ്. ഇവരെ കൊമേഴ്സ്യൽ ഹിറ്റാക്കാൻ വേണ്ടി ഇപ്പം എന്നെ ആ ബസ് നോക്കി അഭിനയിച്ചാൽ അത് ഇതായി. അത് ഞങ്ങളെ കഴിവുകൊണ്ടൊന്നല്ല, പോപ്പുലാരിറ്റി ഉപയോഗിക്കുകയാണ്. പോപ്പുലാരിറ്റിയെക്കാളും കഴിവ് ഉപയോഗിച്ച് നിങ്ങൾ എടുക്കുക. അതിന് ഒരുപാട് ഫിൽറ്ററിങ്ങും ഒരുപാട് സെർച്ച് ചെയ്യണം ടാലൻ്റ് നോക്കണമെങ്കിൽ. അത് അങ്ങനെ ഇപ്പോൾ വെട്രിമാരൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഫിലിം മേക്കേഴ്സെല്ലാം അങ്ങനെ ചെയ്യുള്ളൂ.